തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഇല്ലാതാക്കി പെരുമാറ്റച്ചട്ടത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ 1961 തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ 91 ചട്ടമാണ് ഭേദഗതി ചെയ്തത്. ഇതോടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകില്ല. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചനകളില്ലാതെ കൊണ്ടുവന്ന ഭേദഗതി പിൻവലിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. CCTV ക്യാമറ, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിംഗുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകളുടെ പൊതുപരിശോധന തടയുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി. 1961 തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ 93 റൂളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര നിയമ മന്ത്രാലയം ഭേദഗതി വരുത്തിയത്. സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിംഗുകൾ ഉൾപ്പെടെയുള്ളവയുടെ ദുരുപയോഗം തടയാനാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചന നടത്താതെ കൊണ്ടുവന്ന ഭേദഗതി പിൻവലിക്കണമെന്ന CPIM പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കാതെ ഭേദഗതി കൊണ്ടുവന്നത് വർഷങ്ങളായി സ്ഥാപിതമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും CPIM കുറ്റപ്പെടുത്തി. ത്രിപുര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കള്ളവോട്ട് ആരോപിച്ച ബൂത്തുകളിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം റീപോളിംഗ് നടത്തിയ ചരിത്രമുണ്ടെന്നും CPIM ചൂണ്ടിക്കാട്ടി. പുതിയ സാങ്കേതിക വിദ്യ തെരഞ്ഞെടുപ്പിന്റെ അവിഭാജ്യ ഘടകമായ കാലഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്തിരിപ്പൻ നടപടിയെന്നും CPIM വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് സുതാര്യത ഇല്ലാതാക്കുന്നതാണ് നടപടിയെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസും പ്രതികരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.